മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ കോടിക്കണക്കിന് രൂപ സഹകരണ ബാങ്കുകളിലും സൊസൈറ്റികളിലും നിക്ഷേപിച്ചതായി ആരോപണം. തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച തിരുനെല്ലി തൃശ്ശിലേരി ക്ഷേത്രങ്ങളുടെ പണം ഉടൻ തിരിച്ചു നൽകണമെന്ന സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് മറ്റു ക്ഷേത്രങ്ങളിലെ നിക്ഷേപ വിവരങ്ങളും പുറത്തുവരുന്നത്. കോഴിക്കോട് ഉള്ളിയേരി സ്വദേശി രവിയാണ് വിവരാവകാശ രേഖ പ്രകാരം മറ്റു ക്ഷേത്രങ്ങളിലെ വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. ഇന്ന് വൈകിട്ട് പണം തിരിച്ചടയ്ക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം നടത്തരുതെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം പാലിക്കാതെയാണ് ചില ക്ഷേത്രങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. തിരുനെല്ലി, തൃശ്ശിലേരി, കൊട്ടിയൂർ തുടങ്ങി 50 ക്ഷേത്രങ്ങളിലെ കണക്കുകളാണ് ഉള്ളിയേരി സ്വദേശിയായ രവി പുറത്തുവിടുന്നത്. ക്ഷേത്രങ്ങളിലെ കോടിക്കണക്കിന് രൂപയാണ് വിവിധ സഹകരണ ബാങ്കുകളിലും സൊസൈറ്റികളിലും നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ അംഗീകൃതമല്ലാത്ത സൊസൈറ്റികളുമുണ്ടെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് ഇതുവഴി കമ്മീഷൻ ലഭിക്കുന്നുണ്ടെന്നും രവി പറയുന്നു. ഇത്തരം സൊസൈറ്റികളിലേക്ക്, അതായത് തെറ്റായുള്ള സൊസൈറ്റികളിലേക്ക്, എൻ്റെ വാക്കതാണ്, അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് 5 ലക്ഷം റുപ്യ കമ്മീഷനാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഞാനെടുത്ത കണക്ക് പ്രകാരം എനിക്ക് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറും മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയത് പ്രകാരം 148 കോടി 60,963 രൂപ ഇവിടെ ഇതുവരെ പുറത്തു വരാത്തതാണ്. ഇത്രയും പൈസ ഇവിടെ ഇത് ക്ഷേത്രങ്ങളുടെ പൈസ ഉണ്ട്. തിരുനെല്ലി, തൃശ്ശിലേരി ക്ഷേത്രങ്ങളിലെ 17 കോടി രൂപ തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമുണ്ടെന്ന് കാണിച്ച് രവി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകണമെന്ന് ഹൈക്കോടതി വിധിയുണ്ടായി. എന്നാൽ തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകൾ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടി സുപ്രീംകോടതിയെ സമീപിച്ചു. ക്ഷേത്രത്തിലെ പണം ദൈവത്തിൻ്റെതെന്നായിരുന്നു സുപ്രീംകോടതി വിധി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ലെന്നും കോടതി വിമർശിച്ചു. ഞാൻ എന്തായാലും ശരി ഈ വിഷയത്തിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനുള്ള തയ്യാറെടുപ്പ് എന്നല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത് മര്യാദയ്ക്ക് ഇവർ കൊടുക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കൊടുക്കാൻ പൈസയില്ല. പലപ്പോഴും പലരും എടുത്തതെന്ന് വെച്ചാൽ ഇതൊരു തെറ്റായുള്ള രീതിയിലേക്കാണ് ഈ പൈസ കൊണ്ടുപോയത്. ദേവസ്വം ഭാരവാഹികൾ ചേർന്ന് സഹകരണ സൊസൈറ്റി ഉണ്ടാക്കി ക്ഷേത്രത്തിലെ പണം അതിൽ നിക്ഷേപിക്കുന്നു എന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രവിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.